ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാഗത്തിന്റെ ബാക്കിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉം, അതായത് നമ്മൾ കുറച്ച് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഇൻഡിജേഴ്സ്, പൂർണ്ണസംഖ്യകള്, ഹോൾ നമ്പർ, അഖണ്ഡസംഖ്യകള്, അതുപോലെ എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങിയ നമ്പറുകളെ കുറിച്ചിട്ടുള്ളതെങ്കിൽ സംഖ്യകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്, അതായത് ഭിന്നകങ്ങളെ കുറിച്ചാണ്. ഭിന്നകങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ കുറച്ച് കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, അതിന്റെ ബേസിക് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഭിന്നസംഖ്യകൾ, ഭിന്നകങ്ങൾ നിങ്ങൾ മുന്നേ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താ ഭിന്നസംഖ്യകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. എ നമ്പർ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം പി ബൈ ക്യൂ. അതായത് ഒരു നമ്പർ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ കഴിയും? പി ബൈ ക്യൂ. അതായത് മുകളിൽ ഒരു സംഖ്യയും താഴെ ഒരു സംഖ്യയും എന്നുള്ള രൂപത്തിൽ. മുകളിലുള്ള സംഖ്യനെ നമ്മൾ എന്താ പറയാ? മുകളിലുള്ള സംഖ്യ പി എന്ന് പറയുന്നത്, താഴെയുള്ള സംഖ്യ ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ മുകളിലുള്ള സംഖ്യയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അതായത് അംശം എന്ന് പറയുന്നത്. എന്താ പറയാ? അംശം. അപ്പൊ ഒന്നുകിൽ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്നാണ് മുകളിലുള്ള ഈ സംഖ്യയെ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു വരയുണ്ട്, വരയുടെ താഴെയുള്ള ഈ സംഖ്യ ക്യൂ എന്ന് പറയുന്ന ഈ സംഖ്യയെ നമ്മൾ പറയുന്നത് ഡിനോമിനേറ്റർ എന്ന്. അതല്ലെങ്കിൽ എന്താ പറയാ, ഛേദം എന്ന് പറയും. അംശവും ഛേദവും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഓക്കെ, അംശം, ഛേദം. അപ്പൊ അംശവും ഛേദവും അങ്ങനെ രണ്ട് സംഖ്യകളുള്ള രൂപത്തിൽ പി ബൈ ക്യൂ, ആ രണ്ട് സംഖ്യകളുടെ ഇടയിൽ ഹരിക്കാവുന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയുമെങ്കിൽ ആ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിയും ക്യൂവും എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് തന്നെ ആയിരിക്കണം. അതായത് പോയിന്റുള്ള സംഖ്യകളൊന്നും, ഇപ്പൊ 3.4 അങ്ങനെ പോയിന്റുള്ള സംഖ്യകളൊന്നും വരാൻ പറ്റില്ല. ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ആ ഇൻഡിജേഴ്സ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ തന്നെ ആയിരിക്കണം പിയും ക്യൂവും. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? സീറോ ആവാൻ പാടില്ല, പൂജ്യം ആവാൻ പാടില്ല. കാരണം ഹരിക്കണം എന്നുള്ളതിന്റെ ഛേദത്തിൽ പൂജ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോ ഈ രൂപത്തിൽ പി ബൈ ക്യൂ, അല്ലെങ്കിൽ മുകളിലും താഴെയും ഓരോ സംഖ്യയായിട്ട് എഴുതാൻ കഴിയണം. അതുപോലെ രണ്ട് സംഖ്യകളും പൂർണ്ണസംഖ്യകളാകണം. താഴെയുള്ള സംഖ്യ ഒരിക്കലും പൂജ്യമാകാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് കണ്ടീഷനുകളും അംഗീകരിക്കുന്ന പി ബൈ ക്യൂ രൂപത്തിൽ, അല്ലെങ്കിൽ അംശവും ഛേദവുമായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു സംഖ്യയാണ് നമ്മൾ എന്ത് പറയാം? റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഭിന്ന സംഖ്യകൾ, ഭിന്നഗണങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഉദാഹരണങ്ങളാണ് -2/3, 5/-8. അതായത് മുകളിൽ മൈനസ് വന്നാൽ കുഴപ്പമില്ല, താഴെ മൈനസ് വന്നാൽ കുഴപ്പമില്ല. അങ്ങനെ രണ്ടും മൈനസ് അല്ലാത്ത സംഖ്യകളാണെങ്കിലും കുഴപ്പമില്ല. ഇനി മുകളിലും താഴെ മൈനസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ അതിന്റെ ഉത്തരങ്ങൾ, എക്സാമ്പിളുകളാണ്, ഉദാഹരണങ്ങളാണ്. -2/3, 5/-8, 6/2, 11 ഹരിക്കണം 7 എന്നാണ്. അത് നമ്മൾ പറയാൻ എളുപ്പത്തിൽ ബൈ എന്നാണ് പറയാം കേട്ടോ. -2 ഹരിക്കണം 3 എന്നാണ്. അത് നമ്മൾ പറയാൻ എളുപ്പത്തിൽ -2/3 എന്ന് പറയും കേട്ടോ. 5/-8, 6/2, 11/7 തുടങ്ങിയ സംഖ്യകളാണ് ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ വേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. When an integer is divided by another non-zero integer p, അതായത് നമുക്ക് ഈ ഹരിക്കുമ്പോൾ പി ബൈ ക്യൂ രൂപത്തിൽ എഴുതാം എന്ന് പറയുന്നില്ലേ? ആ എഴുതുന്നത് നമുക്ക് രണ്ട് തരത്തിൽ ഉണ്ടാവാം. അതായത് ഇന്റിജർ ആണ് പിയും ക്യൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഒരു ഇന്റിജറിനെ വെച്ച് എഴുതുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് പറയുന്നത്, നമ്മൾ ഹരിക്കുന്ന സമയത്ത് രണ്ട് സംഖ്യകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? രണ്ട് രൂപത്തിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത്, മുകളിൽ എ എന്ന് പറയുന്നത്, അതായത് പി എന്ന് പറയുന്നത് ബിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബിനെ വേറൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരമാണ് എ എങ്കിൽ, അതായത് ബിന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബിനെ എം എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന എ.
അതായത് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണ് ക്യൂവിനെ ഗുണിച്ചിട്ടാണ് പി കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണ് മുകളിലുള്ള എ കിട്ടുന്നതെങ്കിൽ എന്താ പറയാ, അപ്പോ നമുക്ക് അങ്ങനെ ഒരു രൂപത്തിൽ എഴുതാൻ കഴിയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എമ്മിനെ അല്ലെങ്കിൽ ബിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ആവുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയും ബിയും കട്ട് ചെയ്തിട്ട് ഉത്തരം എം എന്ന് വരുന്നതാണ് കേട്ടോ. അതുപോലെ ഇതിന്റെ വേറൊരു എക്സാമ്പിൾസ് ആണ് 4/2 എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4നെ നമുക്ക് 2 ഗുണിക്കണം 2 എന്ന് എഴുതാൻ പറ്റും, ഹരിക്കണം 2. അപ്പൊ ഇവിടെ 2 ഉണ്ട്, ഛേദത്തിൽ ഒരു 2, അംശത്തിൽ 2 2. അപ്പൊ കോമൺ ആയിട്ട് വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെട്ടിക്കളയാൻ പറ്റും. അപ്പൊ മുകളിൽ നിന്ന് ഒരു 2നെയും താഴെ നിന്ന് ഒരു 2നെയും നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. തുല്യമായിട്ട് എണ്ണുള്ളത് മാത്രമേ വെട്ടിക്കളയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ മുകളിൽ 2 ഉണ്ടെങ്കിലും താഴെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ മുകളിൽ നിന്ന് ഒരു 2നെ മാത്രമേ നമുക്ക് ഈ 2 വെച്ചിട്ട് വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2. ഓക്കെ. അതുപോലെ വേറൊരു സംഖ്യയാണ് 21 ഹരിക്കണം 3. 21നെ നമുക്ക് എങ്ങനെ എഴുതാം, 7 ഗുണിക്കണം 3 എഴുതി കൂടെ. 3ന്റെ ഒരു ഗുണിതമാണ്, 3നെ ഗുണിച്ചിട്ട് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോ 3നെ 7 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് 7. അതുകൊണ്ട് നമുക്ക് 7 × 3 തിരിച്ചെഴുതി. ഹരിക്കണം 3, താഴെ 3, താഴെ ഓൾറെഡി 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ 7 ഉണ്ട് 3 ഉണ്ട്, താഴെ 3 ഉണ്ട്. അപ്പൊ നമുക്ക് 3നെയും കട്ട് ചെയ്ത് കളയും. 3നെയും വെട്ടിക്കളയുന്ന സമയത്ത് ബാക്കി കിട്ടുന്നത് 7 ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലുള്ള സംഖ്യ പി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതായത് ക്യൂവിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് ഉത്തരം വരിക. ഇനി വേറൊരു മോഡലാണ്, അത് മൾട്ടിപ്പിൾ അല്ലാന്ന് വിചാരിക്കുക. ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് മുകളിലുള്ള സംഖ്യ പി എന്ന് പറയുന്നത് ക്യൂവിന്റെ മൾട്ടിപ്പിൾ അല്ല എങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്താ പറയാ, ന്യൂ ടൈപ്പ് ഓഫ് നമ്പർ, സച്ച് നമ്പർ ഇസ് കോൾഡ് റാഷണൽ നമ്പർ. അങ്ങനെ വെട്ടിക്കളയാൻ കഴിയാത്ത നമ്പറുകളെ എന്ത് പറയുന്നത്, റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ നമ്പറിൽ വെട്ടിക്കളഞ്ഞിട്ട് ഒരു ഉത്തരം കിട്ടും അല്ലെ. അപ്പൊ അത് ഒരു പൂർണ്ണസംഖ്യയായിട്ട് മാറും, ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഇന്റീജറോ അല്ലെങ്കിൽ ഒരു സംഖ്യയായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ 4/2 എന്ന് പറയുന്നതിനെ ചെയ്ത സമയത്ത് നമുക്ക് 2 അല്ലേ ആൻസർ കിട്ടിയത്. അപ്പൊ അതൊരു ഇന്റിജറോ ഹോൾ നമ്പറോ ഒരു പൂർണ്ണസംഖ്യ എന്തെങ്കിലും ആയിട്ട് മാറും. ഓക്കെ, ഒറ്റ സംഖ്യയായിട്ട് മാറും. ഇതിനെ വെട്ടിക്കളയാൻ പറ്റില്ല എങ്കിലാണ് നമുക്ക് P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയുന്നത് അല്ലെ. P/Q എന്നുള്ള ഫോമിൽ വരണമെങ്കിൽ ഇതിന് കോമൺ ആയിട്ട് ഒന്നും വരാൻ പാടില്ല, വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ എന്ത് പറയും, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. P/Q ഫോമിലാവണം, അതിനെ പിന്നെ വെട്ടിക്കളയാൻ കഴിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറയും. അപ്പൊ ഒരു നമ്പർ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം P/Q. P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയണം. P and Q ഇന്റിജർ ആയിരിക്കണം. Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത് ഏറ്റവും ചെറിയ രൂപമായിരിക്കണം. പിന്നെ വെട്ടിച്ചെറുതാക്കാൻ ഉണ്ടാവാനും പാടില്ല. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമാണ് 9/5. ഇതിനെ നമുക്ക് ഇനി വെട്ടിച്ചെറുതാക്കാനൊന്നുമില്ല. 9ലും 5ലും പൊതുവായിട്ട് സംഖ്യകളൊന്നും വരുന്നില്ല. അതായത് 9ന്റെ ഗുണിതോ 5ന്റെ ഗുണിതമോ ഒരുമിച്ച് 5ന്റെ ഗുണിതം നമ്മൾ ചെല്ലുമ്പോൾ 9 വരുന്നുണ്ടോ, ഇല്ല. 5ന്റെ സെക്കൻഡ് വരുന്നത് 5 × 2 എന്ന് പറയുന്നത് 10 വരുന്നത്. 9 അതിൽ വരുന്നില്ല. അപ്പൊ കോമൺ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ. അതുപോലെ 3ന്റെ ഗുണിതം ചെല്ലുമ്പോൾ നമുക്ക് 2 കിട്ടുന്നുണ്ടോ, ഇല്ല. 8ന്റെ ഗുണിതം കിട്ടുമ്പോൾ 5 കിട്ടുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഇതിലൊന്നും ഇനി വെട്ടിച്ചെറുതാക്കാനില്ല. അപ്പൊ ഇത് ഏറ്റവും ചെറിയ രൂപത്തിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ എന്ത് പറയുന്നു, ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്നു. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പർ. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്താണ്, നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പോസിറ്റീവ് എ റാഷണൽ നമ്പർ P/Q. നമ്മൾ പറയുന്നു P/Q എന്നുള്ള ഫോമിൽ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, റാഷണൽ നമ്പർ എന്ന് പറയും അല്ലെ. അത് പോസിറ്റീവ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഈ പിയും ക്യൂവും എന്തായിരിക്കണം, ഒന്നുകിൽ രണ്ടും എണ്ണൽ സംഖ്യകളായിരിക്കും. അതായത് 1, 2, 3, 4 തുടങ്ങിയ പോസിറ്റീവ് സംഖ്യകളായിരിക്കും, അതിസംഖ്യകളായിരിക്കും. പൂജ്യത്തിന്റെ വലത്ത് സൈഡിലേക്കുള്ള സംഖ്യകളായിരിക്കും. അതല്ലെങ്കിൽ പിയും ക്യൂവും എന്തായിരിക്കണം, നെഗറ്റീവ് സംഖ്യകളായിരിക്കണം. പൂജ്യത്തിന് നമ്മൾ സംഖ്യാരേഖ വരച്ചിരുന്നല്ലേ, പൂജ്യത്തിന് ഇടത്തോട്ടുള്ള നെഗറ്റീവ് വരുന്ന സംഖ്യകളായിരിക്കും. രണ്ടും നെഗറ്റീവ് ആണെങ്കിലും അതുപോലെ രണ്ടും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് എന്ത് പറയാം,
റാഷണൽ നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് റാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് കാരണം നെഗറ്റീവ് വരുന്ന സമയത്ത് മുകളിലും താഴെ നെഗറ്റീവ് വരുന്ന സമയത്ത് അത് ഫലത്തിൽ വെട്ടിയിട്ട് പോസിറ്റീവായിട്ട് മാറും. അതുകൊണ്ടാണ് മുകളിലും താഴെയും നെഗറ്റീവ് വരികയാണെങ്കിലും മുകളിലും താഴെയും അതിസംഖ്യകൾ വരികയാണെങ്കിൽ, അതായത് പൂജ്യത്തിന് അകത്തോട്ടുള്ള സംഖ്യകൾ വരികയാണെങ്കിലും അങ്ങനെ എണ്ണൽ സംഖ്യകൾ വരികയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നത്? പോസിറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് പോസിറ്റീവ് ഭിന്നസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയും. ഓക്കെ, പി ആൻഡ് ക്യു ആർ ബോത്ത് പോസിറ്റീവ് ഓർ ബോത്ത് നെഗറ്റീവ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, രണ്ട് പൂജ്യത്തിന് വലത്തോട്ടോ അല്ലെങ്കിൽ രണ്ടും പൂജ്യത്തിന്റെ ഇടത്തേക്കുള്ള നെഗറ്റീവ് സംഖ്യകളോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നെഗറ്റീവ് എക്സാമ്പിൾ ആണ് എന്ത്? 3 അല്ലെങ്കിൽ 3/4 5/4. ഇത് രണ്ടും 3, 4 പോസിറ്റീവ് സംഖ്യയാണ്. 5, 6 പോസിറ്റീവ് അതിസംഖ്യയാണ്. പോസിറ്റീവ് സംഖ്യ അല്ലെങ്കിൽ അതിസംഖ്യ രണ്ടും ഒന്നുമില്ല കേട്ടോ. മലയാളത്തിൽ അതിന് അതിസംഖ്യ എന്ന് പറയും. അതുപോലെ -3, -2 ഇത് രണ്ടും ന്യൂനസംഖ്യ, രണ്ടും മൈനസ് ആണ്, രണ്ടും ന്യൂനസംഖ്യയാണ്. അതുപോലെ -12, -57 രണ്ടും എന്ത് തന്നെയാണ്? ന്യൂനസംഖ്യ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് സംഖ്യകളോ അതിസംഖ്യകളോ അല്ലെങ്കിൽ രണ്ടോ നെഗറ്റീവ് സംഖ്യകളോ അല്ലെങ്കിൽ ന്യൂനസംഖ്യകളോ ആയ സംഖ്യകൾ ഭിന്നസംഖ്യകളാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഈ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇന്റിജർ പി ആൻഡ് ക്യു ആർ ഡിഫറെന്റ് സൈൻസ്. അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ, ഒന്ന് പൂർണ്ണ എണ്ണൽ സംഖ്യയും ഒന്ന് നെഗറ്റീവ് സംഖ്യ, ആ സംഖ്യയുടെ നെഗറ്റീവ് സംഖ്യകളുമാണെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് റാഷണൽ നമ്പർ. P/Q എന്ന് പറയുന്നത് എന്ത് പറയും? നെഗറ്റീവ് റാഷണൽ നമ്പർ. P/Q എന്നത് നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയും. ഓക്കെ, അതായത് എക്സാമ്പിൾ ഒക്കെ ഇവിടെ -7 ഹരിക്കണം 2, 7 മാത്രം നെഗറ്റീവ് ആണ്. 2ന് എന്തിൽ 2 പൂർണ്ണസംഖ്യ, സോറി അതിസംഖ്യയാണ് അല്ലെ. പൂജ്യത്തിന് വലത്തോട്ടാണ്, -7 എന്ന് പറയുമ്പോൾ പൂജ്യത്തിന് ഇടത്തോട്ടാണ്. അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ നെഗറ്റീവ് റാഷണൽ സംഖ്യകൾ. 6 -5 -12 4 16 -3 ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ എന്താണ്? Q/P എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് പറയാൻ കാരണം രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം. പോസിറ്റീവ് P/Q ആർ ബോത്ത് പോസിറ്റീവ് ഓർ ബോത്ത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറയാം? P/Q എന്ന് പറയുന്ന ആ ഒരു ഭിന്നസംഖ്യ പോസിറ്റീവ് ആണ് എന്ന് പറയും. അതിന്റെ ഉദാഹരണം ഇതാണ്. 2 പോസിറ്റീവ് ആണ്, 2 നെഗറ്റീവ് ആണ്. അത് ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് എന്ന് പറയാം. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം? സ്റ്റാൻഡേർഡ് ഫോം ഓഫ് റാഷണൽ നമ്പർ. അതായത് ഒരു ഭിന്നസംഖ്യയുടെ അടിസ്ഥാന രൂപം എന്നുണ്ട്. അതായത് ഈ രൂപത്തിലുള്ള സംഭവമാണ് ഭിന്നസംഖ്യ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അടിസ്ഥാന രൂപം, ഭിന്നസംഖ്യയുടെ അടിസ്ഥാന രൂപം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് P/Q അല്ലെങ്കിൽ -P/Q ഈ രൂപത്തിലുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത്. അപ്പൊ P/Q എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലെയും താഴെയും അംശവും ഛേദവും പൂർണ്ണസംഖ്യയാണ്. അതല്ലെങ്കിൽ -P/Q മുകളിലുള്ള അംശം നെഗറ്റീവും താഴെയുള്ള ഛേദം പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള രൂപത്തിലുള്ളതിന് ഇതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം. അതായത് 2/3 അതിന് നമുക്ക് ഭിന്നസംഖ്യ എന്ന് പറയാം. അതല്ലെങ്കിൽ -4/3 അതിന് നമുക്ക് ഭിന്നസംഖ്യ എന്ന് പറയാം. -4/3 എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ വരും. 2/3 എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ വരും അല്ലെ. മുകളിലും താഴെ അതിസംഖ്യയും ഇവിടെ -4/3 എന്ന് പറയുമ്പോൾ ഒന്ന് നെഗറ്റീവ് സംഖ്യ വരും. ഓക്കെ, ഇനി റാഷണൽ നമ്പർ ഈസ് ഫോം ഇങ്ങനെ വരാം. ഇതിപ്പോ മുകളിലും താഴെ പോസിറ്റീവും ഒന്ന് നെഗറ്റീവും പോസിറ്റീവും ആയി ഈ രൂപത്തിൽ വന്നു. അതായത് മുകളിലും താഴെ നെഗറ്റീവ് എന്ന് നമ്മൾ ചെയ്യാം. അപ്പൊ ഈ നെഗറ്റീവും കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവും. P/Q തന്നെ ആവും. മുകളിലും താഴെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് രണ്ട് കട്ട് ചെയ്ത് പോയി P/Q എന്നുള്ള ഈ ഫോമിൽ തന്നെയാവും. അതുകൊണ്ടാണ് ഇത് മാത്രം പറഞ്ഞത് കേട്ടോ. മുകളിലും താഴെ നെഗറ്റീവ് ആണെങ്കിലും മുകളിലും താഴെ അതിസംഖ്യ ആണെങ്കിലും ഉത്തരം വരെ P/Q തന്നെയാണ്. അപ്പൊ ഇതാണ് അതിന്റെ അടിസ്ഥാന രൂപം, ഭിന്നസംഖ്യയുടെ അടിസ്ഥാന രൂപം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മള് -P/Q എന്ന് പറയും അല്ലെ. അതിനെ -P/Q എന്ന് പറയും അല്ലെ.
മൈനസ് പി ബൈ ക്യൂ എന്ന് പറയുമ്പോൾ ഇനി താഴെയാണ് മൈനസ് ക്യൂവിലാണ് എന്ത് വരുന്നത്, 1 വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, മൈനസ് ക്യൂ ആണ് വരുന്നത്, പി ബൈ മൈനസ് ക്യൂ എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ മൈനസ് ക്യൂ താഴെയുള്ള മൈനസിന്റെ മുകളിലേക്ക് എടുത്തിട്ട് കൊടുത്താൽ മതി. മൈനസ് പി ബൈ ക്യൂ രണ്ടും സെയിം ഫോമിൽ തന്നെ വരും കേട്ടോ. അപ്പൊ ഈ പി ബൈ മൈനസ് ക്യൂ, അതായത് ഈ മൈനസ് പി ബൈ ക്യൂ എങ്ങനെയാണ് പി ബൈ ക്യൂ ആയതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് സംശയം വരരുത്. അതായത് മുകളിലും താഴെ നമ്മൾ മൈനസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ മൈനസും മൈനസ് കട്ട് ചെയ്തിട്ട് പി ബൈ ക്യൂ എന്നുള്ള ക്യൂനെ തന്നെ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് മൈനസ് പി ബൈ ക്യൂ എങ്ങനെ പി ബൈ ക്യൂ തന്നെ ആണെന്നുള്ളതാണ് ഈ ഒരു വരയിൽ കാണിക്കുന്നത്. ഇത്ര ആലോചിച്ചാൽ മതി. മൈനസ് കൊണ്ട് ഗുണിക്കാനും നിൽക്കണ്ട. മുകളിലും താഴെ മൈനസ് ഉണ്ടെങ്കിൽ അത് രണ്ടും കട്ടായിട്ട് പോകുന്നു ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പി ബൈ ക്യൂ കിട്ടും. ഇനി അടുത്തത് പി ബൈ മൈനസ് ക്യൂ എന്നുള്ള രൂപത്തിൽ വരാലോ അല്ലെ. മൈനസ് പി ബൈ ക്യൂ എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, പി ബൈ മൈനസ് ക്യൂ താഴെ നെഗറ്റീവ് വരുന്ന രൂപത്തിൽ വരാലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഒന്നുകൊണ്ട് താഴെ മുകളിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് മുകളിലേക്ക് വരും. ഇത്ര ആലോചിച്ചാൽ മതി. താഴെ നെഗറ്റീവ് മുകളിൽ കൊണ്ടുപോയില്ല. അപ്പൊ എന്താവും? മൈനസ് പി ബൈ ക്യൂ കേട്ടോ. താഴെ ഉള്ളതിനെ മുകളിലത്തെ ആളായിട്ട് വെച്ചാൽ മതി. അപ്പൊ താഴെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു രസമല്ലല്ലോ കാണുന്നത്. അപ്പൊ മുകളിലത്തെ ആളെ കയ്യിൽ കൊടുക്കുന്നത് മൈനസ് പി ബൈ ക്യൂ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. താഴെ നെഗറ്റീവ് വരുന്ന മുകളിലേക്ക് ഇടുക. അപ്പൊ ഈ രൂപത്തിലാവും. രണ്ട് സൈഡിലും നെഗറ്റീവ് വരികയാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയാ. അപ്പൊ ഈ രൂപത്തിലാവും. അപ്പൊ ഇതാണ് അതിന്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത്. ഭിന്നസംഖ്യയുടെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് തോന്നുന്നത്. ഇനി നോട്ടായിട്ട് പറയണമെന്ന് മാത്രം. അതായത് റാഷണൽ നമ്പർ ഇത് സ്റ്റാൻഡേർഡ് ഫോം. അത് ഈ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഓൾസോ എന്താണ്, ലോവസ്റ്റ് ഫോമിലാണ്. അതായത് അതിൽ നമ്മൾ പറഞ്ഞില്ല അതിന്റെ പൊതുവായിട്ടൊന്നും വരാൻ പാടില്ല, പിന്നെ വെട്ടിക്കളയാനൊന്നും വരാൻ പാടില്ല. അതായത് ക്യൂവിന്റെ മൾട്ടിപ്പിൾ ആവാൻ പാടില്ല പി, ക്യൂവിനെ വേറൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചതാവാൻ പാടില്ല പി. അപ്പൊ അതിലും വെട്ടിക്കളയാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും ചെറിയ ഫോമിലായിരിക്കണം. അങ്ങനെയുള്ള നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. 6/4 ഇതിന് നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? കാരണം 6ലും 4ലും പൊതുവായിട്ട് 2 വരുന്നുണ്ട്. 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതാം അല്ലെ. 3 × 2 എന്നും 2 ഗുണിക്കണം 2 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ എഴുതി കഴിയുമ്പോൾ 6ലും 2 ഘടകം വരുന്നുണ്ട്, 4ലും 2 ഘടകം വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് മുകളിലുള്ള ഒരു 2നെയും താഴെ ഉള്ള ഒരു 2നെയും വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന സംഖ്യ 3/2. ഇതാണ് റാഷണൽ നമ്പർ. ഇതല്ല. ഇതിനെ വീണ്ടും നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ട് ഈ രൂപത്തിലാക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? റാഷണൽ നമ്പർ കേട്ടോ. ഏറ്റവും ചെറിയ രൂപമായിരിക്കണം. അതുപോലെ മുകളിലും താഴെ അംശം ഛേദം ഉണ്ടായിരിക്കണം. താഴെയുള്ള സംഖ്യ 0 ആവുന്നതിന്. ഇങ്ങനെ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള പി ബൈ ക്യൂ ഫോമിലുള്ള സംഖ്യകളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാ നാച്ചുറൽ നമ്പറും എന്താണെന്നാ പറയുന്നത്? റാഷണൽ നമ്പർ എഴുതാൻ പറയുന്നത്. അതായത് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, 1, 2, 3, അവയൊക്കെ എന്താന്ന് പറയുന്നത് ഭിന്നസംഖ്യകൾ തന്നെയാണ് പറയുന്നത്. നേരെ തിരിച്ച് ശരിയാവില്ല. അതായത് ഭിന്നസംഖ്യകളൊക്കെ എന്താവില്ല നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന സംഖ്യ ആവും ഇല്ല. ഇപ്പൊ 2/3 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2/3 എന്ന് പറയുന്നത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കും. ഒന്ന് പറയാറുണ്ടോ 2/3 കല്ല് എന്ന് പറയാറുണ്ട്. നമുക്ക് കല്ലുകൾ എണ്ണാന്ന് വിചാരിക്കും. നമ്മൾ ഒരു കല്ല്, 2 കല്ല്, 3 കല്ല് അങ്ങനെ എണ്ണോളൂ. അല്ലാതെ 2/3 കല്ല് അങ്ങനെ എണ്ണാറുണ്ട് ഇല്ല. അപ്പൊ ഭിന്നസംഖ്യകളൊക്കെ എന്താവും എന്ന് പറയാൻ പറ്റില്ല, എണ്ണൽ സംഖ്യകളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എണ്ണൽ സംഖ്യകൾ ഭിന്നസംഖ്യകളൊക്കെ നമുക്ക് ഏത് എണ്ണൽ സംഖ്യന്റെ താഴെ ഒരു ബൈ 1 ഇട്ട് കൊടുത്താൽ, ഇപ്പൊ 2 ആണെങ്കിൽ 2 ആണെങ്കിൽ 2 ഹരിക്കണം 1 ഇട്ട് കൊടുത്താൽ, 2 ഹരിക്കണം 1 ഇട്ട് കൊടുത്താൽ അത് എന്തായാലും ഒരു ഭിന്നസംഖ്യയായി. അതുപോലെ 4 ഹരിക്കണം 1 ഇട്ട് കൊടുത്താൽ അതൊരു ഭിന്നസംഖ്യയായി. അപ്പൊ നമുക്ക് ഏത് സംഖ്യനെയും ബൈ 1 ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഹരിക്കണം 1 ഇട്ട് കൊടുത്താൽ അതിനെ ഭിന്നസംഖ്യ ആക്കാം. നേരെ തിരിച്ച് ഭിന്നസംഖ്യ എന്താവില്ല, എണ്ണൽ സംഖ്യയോ അതുപോലെ ഇവിടെ പറയുന്നത് അഖണ്ഡ സംഖ്യയോ ആവില്ല. അഖണ്ഡ സംഖ്യകളൊക്കെ ഭിന്നസംഖ്യകളായി എഴുതാം. അതുപോലെ എണ്ണൽ സംഖ്യകളൊക്കെ ഭിന്നസംഖ്യകളാക്കി എഴുതാം. പക്ഷെ നേരെ തിരിച്ച് എല്ലാ ഭിന്നസംഖ്യകളെയും നമുക്ക് അഖണ്ഡ സംഖ്യകളായോ എണ്ണൽ സംഖ്യകളായോ എഴുതാൻ കഴിയില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഇപ്പൊ ഉദാഹരണമാണ്. ഇപ്പൊ 5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഹരിക്കണം 1 എന്ന് എഴുതിയിട്ട് 5/1 പി ബൈ ക്യൂ ഫോമിലേക്ക് മാറ്റി എഴുതാം. അതുപോലെ 9 എന്ന് പറയുന്നതിന് 9/1. ഇതിന്റെ ഉത്തരം ശരി തന്നെയാണ്. 9/1 എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ് അല്ലെ. 9ൽ നിന്ന് 1 എത്ര പ്രാവശ്യം എടുക്കാൻ പറ്റും? 9 തവണ എടുക്കാൻ പറ്റും.
അപ്പൊ 9 തന്നെയാണ് അതിന്റെ ഉത്തരം. അപ്പൊ 9/1 എന്നുള്ള രൂപത്തിൽ മാറ്റി എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റാഷണൽ നമ്പർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയായിട്ട് ഈ 9 എന്ന എന്തിനെ നാച്ചുറൽ നമ്പർ സംഖ്യയെ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ ഹോൾ നമ്പർ തന്നെയല്ലേ, ഇതൊക്കെ ഹോൾ നമ്പർ ഉണ്ട്. അത് 0 കൂടിയതിന് നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോ ഏത് ഹോൾ നമ്പറിനെ അഖണ്ഡ സംഖ്യയെയും എണ്ണൽ സംഖ്യയെയും നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ മാറ്റി എഴുതാൻ പറ്റും. പക്ഷെ നേരെ തിരിച്ച് ഭിന്നസംഖ്യ എന്താക്കാൻ പറ്റില്ല, നമുക്ക് പൂർണ്ണസംഖ്യ ആയിട്ടോ എണ്ണൽ സംഖ്യ ആയിട്ടോ അഖണ്ഡ സംഖ്യ ആയിട്ടോ എഴുതാൻ കഴിയും. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് ഭിന്നസംഖ്യ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റാഷണൽ നമ്പർ ആൻഡ് വിച്ച് ആർ നോട്ട്. ആരൊക്കെയാണ് ഇതിൽ ഭിന്നസംഖ്യകൾ, ആരൊക്കെയാണ് ഭിന്നസംഖ്യകൾ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. -2 5/3 -17 15/7 18/5 -7/6. ഇതാണ് ഇതിൽ തന്നിട്ടുള്ള ഭിന്നസംഖ്യകൾ. ഇതിൽ ഏതൊക്കെയാണ് ഭിന്നസംഖ്യകൾ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അറിയാം 5/3 എന്ന് പറയുന്നത് p/qന്റെ ഫോമില കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊരു ഭിന്നസംഖ്യ. ഇതിനെ ചെറുതാക്കാനുണ്ടോ? 5ലും 3ലും കോമൺ ആയിട്ട് സംഖ്യകളൊന്നുമില്ല, ഘടകങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അതിനെ ചെറുതാക്കാനൊന്നുമില്ല. അതുകൊണ്ട് 5/3 എന്നുള്ള രൂപത്തിൽ തന്നെ. അപ്പൊ ഇതൊരു ഭിന്നസംഖ്യയാണ്. അതുപോലെ 15/7, ഈ 7 15ൽ കൃത്യമായിട്ട് പോവും ഇല്ല. അപ്പൊ അതിൽ ഘടകങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇതും p/q ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതും ഒരു ഭിന്നസംഖ്യ തന്നെയാണ്. 18/5 അതും p/q ഫോമിലാണ്, ഇനി വെട്ടി ചെറുതാക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഇതും ഭിന്നസംഖ്യയാണ്. അതുപോലെ -7/6 ഇതും എന്ത് തന്നെയാണ്, ഒരു ഭിന്നസംഖ്യ തന്നെയാണ്, ഇനി വെട്ടി ചെറുതാക്കാനൊന്നുമില്ല. അപ്പൊ നമുക്കിപ്പോ ഇതിൽ ഈ കാര്യങ്ങൾ അറിയാം. 5/3 15/7 18/5 -7/6 എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്. കാരണം p/qന്റെ ഫോമില കിടക്കുന്നത്. അംശമുണ്ട് ഛേദമുണ്ട്. താഴെയുള്ളത് എന്തല്ല, 0 അല്ല. q നോട്ട് ഈക്വൽ ടു 0 ആണ് കേട്ടോ. q എന്ന് പറയുന്നത് അതായത് അംശം, ഛേദം എന്തല്ല, 0 അല്ല. അല്ലല്ലോ. ഇപ്പൊ 5/3 പറയുമ്പോൾ 3 ആണ്, 0 അല്ല. 7 0 അല്ല, 5 ആണ്, 6 ആണ്. സോ ഇതൊക്കെ എന്താണ്, ഭിന്നസംഖ്യകളാണ്. നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് -2നെയും -11നെയും അല്ലെ. നമുക്ക് -2നെ എങ്ങനെ എഴുതാം? -2/1 എന്ന് എഴുതിയിട്ട് നമുക്ക് ഭിന്നസംഖ്യ ആക്കിക്കൂടെ? ആക്കും. അതുപോലെ -17 നമുക്ക് എങ്ങനെ എഴുതാം? -17/1 എഴുതിയിട്ട് ഭിന്നസംഖ്യ ആക്കിക്കൂടെ? ആക്കാം. അപ്പൊ ഇതും നമുക്ക് എന്ത് പറയുന്നു, -2ഉം -17ഉം ഭിന്നസംഖ്യ തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി താഴെ പറയുന്ന ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. താഴെ പറയുന്ന ഭിന്നസംഖ്യകളെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എഴുതാനാണ്. ടൈപ്പ് ദ ഫോളോവിങ് റാഷണൽ നമ്പേഴ്സ് ഇൻ ദെയർ ലോവസ്റ്റ് ഫോം. അതായത് ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എഴുതാം. ഇനി വെട്ടിച്ചെറുതാക്കാനൊന്നും ഇല്ലാത്ത ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതാം. ഏതൊക്കെയാ സംഖ്യകൾ? -24/192, 12 ഹരിക്കണം 168, -21 ഹരിക്കണം 49. ഇതിൽ ആദ്യത്തെ നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെയാ? -24 ഹരിക്കണം 192. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 24നെ നമുക്ക് എങ്ങനെ എഴുതാം? -3 × 8 അല്ലേ. 8നെ -3 കൊണ്ട് ഗുണിച്ചതാണ് -24. നിങ്ങൾ ചിഹ്നം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഗുണിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നിനെ നെഗറ്റീവ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു സംഖ്യക്ക് നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. ഇവിടെ 8ന് കൊടുക്കാത്ത എന്താ വെച്ചാൽ 8നെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അത് അവിടെ കൊടുക്കണം. ഓക്കെ, അതുപോലെ -3. അപ്പൊ ഇവിടെ ഒരു മൈനസ് ആണെങ്കിൽ, ഇപ്പൊ -24 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പിരിച്ചെഴുതുമ്പോൾ ഏതെങ്കിലും ഒന്നിന് മൈനസ് കൊടുക്കും. ഓക്കെ, ഏതെങ്കിലും ഒന്നിന് മൈനസ് കൊടുക്കും. അപ്പൊ -24/192 എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. -3 ഗുണിക്കണം 8. 3 × 8 ആണ് 24. മൈനസ് അവിടെ ഉണ്ട്, മൈനസ് ഇവിടെ വെച്ചു. അപ്പൊ 3 × -3 × 8. അത് പിരിച്ചെഴുതാണ് കേട്ടോ, നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ 192നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 8 ഗുണിക്കണം 8 ആണ്. അപ്പൊ ഇവിടെ മുകളിൽ ഒരു 8 ഉണ്ട്, താഴെ ഒരു 8 ഉണ്ട്. ഈ 2 8നെയും കട്ട് ചെയ്യും. അതുപോലെ മുകളിലും 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഈ 3നെയും ഈ 3നെയും കട്ട് ചെയ്യും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? മുകളിൽ 3ഉം പോയി 8ഉം പോയി, ബാക്കി മൈനസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ -1. ഓക്കെ, പിന്നെ താഴെ -1 ഇത് എന്താ വെച്ചാല് എല്ലാം പോയി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളത് 1 ആണ് കേട്ടോ.
അപ്പൊ -1 എഴുതാം. പിന്നെ 3 പോയി 8 പോയി, ബാക്കി ആണുള്ളത് 8. ആ 8നെ ഇവിടെ എഴുതി. നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതാൻ പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് എന്ത്? -1/8 അല്ലെങ്കിൽ -1/8 എന്ന് പറയുന്നത്. -1/8 ആണ് -24/392ന്റെ ഏറ്റവും ചെറിയ രൂപം. ഓക്കെ. അതുപോലെ 12/168 എങ്ങനെ എഴുതാം? 12/168 12/168 നമുക്ക് പിന്നെ പിരിച്ചെഴുതാം. എങ്ങനെ? 12 ഗുണിക്കണം 14 എന്ന് എഴുതാം. അപ്പൊ മുകളിലും താഴെ ഒരു 12 ഉണ്ട്. ആ 12 2 കട്ട് ചെയ്ത് പോയി. മുകളിലത്തെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പോയത് കൊണ്ട് നമ്മൾ 1 എന്ന് എഴുതും. ഇവിടെ എഴുതിയില്ലേ? അതേപോലെ 1 എന്ന് എഴുതി. 1 എന്ന് എഴുതി. അതുപോലെ താഴെ ഈ 12 പോയി ഒരു 14 മാത്രമേ ഉള്ളൂ. അപ്പോൾ 14. ഇപ്പൊ 1/14. അതാണ് അതിന്റെ ഏറ്റവും ചെറിയ രൂപം. ഓക്കെ. ഇനി -21/49 ഇതുപോലെ എഴുതി കഴിഞ്ഞാല് -21 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7 എന്ന് എഴുതാം. 49 എങ്ങനെ എഴുതാം? 7 × 7 എന്ന് എഴുതാം. അതിന് തിരിച്ചെഴുതി. മുകളിൽ ഒരു 7 ഉണ്ട്, താഴെ ഒരു 7 ഉണ്ട്. ഇത് രണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി മുകളിൽ -3 ഉണ്ട്, താഴെ 7 ഉണ്ട്. -3 ഉണ്ട്. -3/7 ആണ് ഏറ്റവും ചെറിയ രൂപം. ആരുടെ? -21/49. ഓക്കെ. ഇനി ഇക്വലന്റ് ഫോം ഓഫ് റാഷണൽ നമ്പർ. എന്താണ് ഈ ഇക്വലന്റ് ഫോം എന്ന് പറയുന്നത്? തുല്യമായിട്ടുള്ള നമ്പറുകൾ നമുക്കറിയാം. തുല്യ നമ്പറുകൾ അതെന്താണെന്ന് നോക്കാം. എ റാഷണൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ആൻ ഇക്വലന്റ് ഫോം. എങ്ങനെയാണ്? ബൈ മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഗിവൻ റാഷണൽ നമ്പർ ബൈ ദ സെയിം നമ്പർ. അതായത് മുകളിലും താഴെ നമുക്ക് അംശം ഛേദമുണ്ടല്ലോ. അതിൽ അംശത്തിനെയും ഛേദത്തിനെയും ഒരേ നമ്പർ കൊണ്ട് ഗുണിക്കുകയോ ഒരേ നമ്പർ കൊണ്ട് ഹരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിനാണ് നമ്മൾ എന്താ പറയുക? ഇക്വലന്റ് ഫോം എന്ന് പറയും. നോക്കാം എക്സാമ്പിൾ. അപ്പൊ അതായത് 2/3 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യ എന്ന് വിചാരിക്കുക. അതിന്റെ ഇക്വലന്റ് ഫോമാണ് 4/6. അതെങ്ങനെ നമുക്ക് കിട്ടി? 2നെ 3നെ 2 കൊണ്ട് ഗുണിച്ചു. അതായത് അംശത്തിനും ഛേദത്തിനും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു. 2/2 4/6. ഓക്കെ. അപ്പൊ 2നെ 2/2 ഗുണിച്ചപ്പോ 4 കിട്ടി. 3 × 2 ഗുണിച്ചപ്പോ 6 കിട്ടി. അപ്പൊ 2/3ന്റെ ഇക്വലന്റ് ഫോമാണ് 4/6 എന്ന് പറയുന്നത്. അതേപോലെ 2/3നെ നമുക്ക് വേറൊരു ഇക്വലന്റ് ഫോം 8/12. ഇങ്ങനെ 2നെയും 3നെയും അംശത്തിനെയും ഛേദത്തിനെയും ഒരേ നമ്പർ കൊണ്ട് ഗുണിക്കണേ. അതായത് 4 കൊണ്ട് തന്നെ ഗുണിച്ചപ്പോൾ കിട്ടിയതാണ് 8/12. അതുപോലെ 2/3നെ നമുക്ക് 8 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ അംശത്തിനെയും ഛേദത്തിനെയും 8 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ കിട്ടുന്ന ഉത്തരമാണ് 16/24 എന്ന് പറയുന്നത്. അപ്പോ 4/6ഉം 8/12ഉം 16/24 ആണ് 2/3ന്റെ ഇക്വലന്റ് ഫോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇക്വലന്റ് ഫോം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആ ഭിന്നസംഖ്യനെ ഒരേ സംഖ്യ കൊണ്ട് അംശത്തിനും ഛേദത്തിനെയും ഗുണിക്കുകയും ഹരിക്കുകയും എന്തെങ്കിലും ചെയ്യാം. കുറക്കരുത്, കുറക്കും കൂട്ടുകയും ചെയ്യരുത്. ഒരേ സംഖ്യ കൊണ്ട് അംശം ഛേദവും ഗുണിക്കുക. അതായിരിക്കും എളുപ്പം. ഒരേ സംഖ്യ കൊണ്ട് അംശം ഛേദത്തിനും ഗുണിക്കുക അല്ലെങ്കിൽ ഹരിക്കുക. ഓക്കെ. ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റൈറ്റ് 5 ഇക്വലൻസ് ഫോം ഓഫ് ഫോളോവിംഗ് റാഷണൽ. താഴെ പറഞ്ഞ ഭിന്നസംഖ്യകളുടെ 5 തുല്യമായിട്ടുള്ള സംഖ്യകൾ എഴുതാനാണ് പറയുന്നത്. ഭിന്നസംഖ്യകൾ എഴുതാനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് 3/17, രണ്ടാമത്തതാണ് -5/9. അപ്പൊ ഒന്നാമത്തെ നമുക്ക് നോക്കാം. 3/17 നമ്മൾ 2 കൊണ്ട് അംശം ഛേദവും ഗുണിച്ചു. ഒരേ സംഖ്യ കൊണ്ട് മുകളിൽ താഴെ ഗുണിക്കുക. അപ്പൊ 3നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. 17നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 24 കിട്ടി. അപ്പൊ ഇതാണ് ഇക്വലന്റ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏറ്റവും ചെറിയ രൂപത്തിലാണ് ഭിന്നസംഖ്യ എഴുതാൻ. അപ്പൊ അതിനെ വലിയ രൂപത്തിലാക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉത്തരം ആവേ. ഒരേ സംഖ്യ കൊണ്ട് മുകളിൽ അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കുക. അപ്പൊ കിട്ടുന്ന ഉത്തരമാണ് ഇതിന്റെ ഇക്വലന്റ് ഫോം. അപ്പൊ 5 കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 സംഖ്യ കൊണ്ട് ഗുണിക്കും. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്തു? 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 3 × 4 എന്ന് പറഞ്ഞാൽ 12 കിട്ടി. 17 × 4 എന്ന് പറഞ്ഞാൽ 68 കിട്ടി. ഇനി മൂന്നാമത്തെ എന്ത് ചെയ്തു? 8 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 3 × 8 എന്ന് പറയുന്നത് 24 കിട്ടി. 17 × 8 എന്ന് പറയുന്നത് 136 കിട്ടി. നാലാമത്തെ എന്ത് ചെയ്തു? നമുക്ക് ഇനി പോസിറ്റീവ് നമ്പർ കൊണ്ട് മാത്രമല്ല നെഗറ്റീവ് കൊണ്ട് ന്യൂനസംഖ്യ കൊണ്ട് വേണമെങ്കിൽ ഗുണിക്കാം. അപ്പൊ 3 ഗുണിക്കണം -3 കൊണ്ട് താഴെ മുകളിൽ ഗുണിച്ചു അല്ലെ? 3/17നെ -3 കൊണ്ട് മുകളിലും താഴെ ഗുണിച്ചു. അപ്പൊ 3 × -3 മുകളിലും 17 × -3 താഴെ വന്നു. അപ്പൊ കിട്ടുന്ന ഉത്തരം -9/-51. ഇനി വേറൊരു സംഖ്യയാണ് 3/17. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഗുണിച്ചു. ഏത് സംഖ്യനെ വേണമെങ്കിലും ഗുണിക്കാം. നമ്മൾ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ മുകളിലും താഴെ 7 കൊണ്ട് ഗുണിച്ചു. 3 × 7 21 കിട്ടി. 17 × 7 119 കിട്ടി.
അപ്പൊ ഇങ്ങനെ നമുക്ക് 5 സംഖ്യകൾ കിട്ടി. ഏതൊക്കെയാണ്? 6/34, അതേപോലെ 12/68, 24/136, അതുപോലെ -9/-51, 21/119. ഇതൊക്കെയാണ് ഫൈവ് ഇക്വലൻസ് ഫോം ഓഫ് 3/17. ഇവയാണ് നമ്മൾ പറഞ്ഞ 5 ഇക്വലന്റ് ഫോം ഓഫ് 3/17 തുല്യമായിട്ടുള്ള വേറെ ഭിന്നസംഖ്യകളാണ് ഈ 6/34, 12/68, 24/36, 136, -9/51, 21/119. കാരണം ഒരേ സംഖ്യ കൊണ്ട് മുകളിലും താഴെ ഗുണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിലാണ് നമ്മൾ തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തേക്കുക. അപ്പൊ ഇന്നത്തെ പാഠത്തില് ഇത്രയാണ് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഈ ഭിന്നസംഖ്യയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിലൊരു അഭിന്നത സംഖ്യകൾ കുറച്ച് പഠിക്കാനുണ്ട്. അത്ര ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.